ഇപ്പോൾ ഉള്ളി, തക്കാളി, വെണ്ടയ്ക്ക, അതുപോലെ മുരിങ്ങാക്കായ, അങ്ങനെ ക്യാരറ്റ്, ചില അങ്ങോട്ട് കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മൾ പൊതുവെ സാമ്പാർ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇടിച്ചക്ക സാമ്പാർ, അതുപോലെ ഇപ്പോൾ സാധാരണ പറഞ്ഞ പോലുള്ള ഈ സാമ്പാർ അതേപോലെ തന്നെയാണ്. ഭയങ്കര നല്ല ഒരു ടേസ്റ്റാണ് നമ്മളെ ചെറിയ ഉള്ളി സാമ്പാർ. പിന്നെ ഇപ്പോൾ അതിലേക്ക് പറ്റിയ സംഗതികളാണ് ഒന്നുകിൽ കോഴിമുട്ട വറുത്തത്, ഉണക്കമീൻ വറുത്തത്, ഇതൊക്കെ എനിക്ക് പറ്റും. അപ്പോൾ ഉണക്ക സ്രാവാണ് ഇപ്പം ഇന്ന് ഞങ്ങൾ വറുക്കുന്നത്. ചെറിയ ഉള്ളി സാമ്പാറും ഉണക്ക സ്രാവ് വറുത്തതുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മീൻ വറക്കാൻ. അപ്പോൾ മീൻ ഒക്കെ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചാൽ കുറച്ച് സമയമൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അത് പിന്നെ പപ്പടം കാച്ചൽ, മുളക് വറുത്തത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി നന്നാക്കാണ്. അത് പിന്നെ ഏതായാലും അമ്മയാണ് നന്നാക്കുന്നത്. അത് അത്യാവശ്യം ഉണ്ട്. അത് പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ഞാൻ വലുത് നോക്കിയിട്ട് വാങ്ങിയതാണ്. വലുത് തന്നെ നോക്കി തിരഞ്ഞെടുത്ത് അങ്ങനെ വാങ്ങിയതാണ്. സാമ്പാറിനാകുമ്പോൾ കുറച്ച് വലുത് നന്നാക്കാനൊക്കെ എളുപ്പമല്ലേ. പിന്നെ അതിലേക്ക് തക്കാളിയും കിഴങ്ങുമാണ് ചേർക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളി മാത്രം വെക്കാം, എന്നാലും പിന്നെ ഈ 2 കഷ്ണം കൂടി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ചെറിയ ഉള്ളി സാമ്പാർ അതാണ്. ഉള്ളി എടുത്ത് നന്നാക്കട്ടെ, നല്ല വേഗം തീരുള്ളത്. ചെറിയ ഉള്ളി ആവണ്ടേ, കുറച്ചുണ്ട് നന്നാക്കി എടുക്കാനേ. അപ്പോൾ എല്ലാം നന്നാക്കൽ കഴിഞ്ഞ് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിടാനുള്ളതാണ്. അപ്പോൾ അത് കുറേ സമയം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇനി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ മറ്റ് കഷ്ണങ്ങൾ, അതായത് കിഴങ്ങും തക്കാളി അതന്നെ ഉള്ളൂ, അത് ഒക്കെ ഒന്ന് നുറുക്കാം. ഇതിപ്പോൾ നമുക്ക് സ്രാവാണ്, ഉണക്ക സ്രാവ്. അപ്പോൾ അതിലേക്ക് അതാദ്യം ഒന്ന് വെള്ളം ഒക്കെ ഒഴിച്ച് കുതിർത്തിടാം. പരിപ്പ് ഒരു 3 വിസിൽ. ഇനിയിപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ, ഉള്ളി, പിന്നെ നമുക്ക് തക്കാളി, കിഴങ്ങ് ആ നുറുക്കിയതൊക്കെ എന്നാണ്ട് ചേർക്കാം. വെള്ളം പിന്നെ ആദ്യം വെച്ചതിന് 2 ഭാഗമാണത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് മല്ലിപ്പൊടി അത് ചേർക്കാം. ഉപ്പിടാം. പിന്നെ നമ്മൾ സ്രാവ് വറക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് അതൊന്ന് മസാലയ്ക്കൊന്ന് തിരുമ്പി വയ്ക്കാം. എന്നാൽ പിന്നെ എന്താ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് കൂട്ടാൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വറക്കു ചെയ്യാമല്ലോ. അപ്പോൾ അതിതാ അതിനിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു 2 വിസിൽ കൂടി ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം, ഒന്ന് പൊടിയൊക്കെ ചേർത്ത ശേഷം വേവിച്ചെടുത്തു. പുളി പിഴിഞ്ഞ് പാരാണ്ട്. പിന്നെ ഇനി പുളി പിഴിഞ്ഞ് പാരാണ്. 2 പ്രാവശ്യം പിഴിഞ്ഞ് പാരുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടി ലേശം ചേർത്തു. ഇനിയിപ്പോൾ അടുപ്പ് ഒന്നുകൂടിയും കത്തിക്കാം. ഇനി തേങ്ങ മാത്രം അരച്ച് വെച്ചത്, തേങ്ങ മാത്രമാണ്, പച്ച തേങ്ങ അരച്ചത്, വറുത്തിട്ടൊന്നുമില്ല, അതിൽ ചേർക്കുകയാണ്. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്തു. പരിപ്പ് 3 വിസിലും പിന്നെ പച്ചക്കറി കഷ്ണങ്ങൾ മാത്രം 2 വിസിലും.
അങ്ങനെയാണ്. ഒരു ചെറിയ തീയിൽ അങ്ങനെ ഉണ്ട്. പിന്നെ ഒന്ന് വേവിച്ചതാണ് നമ്മൾ കറിവേപ്പിലിട്ടു. ഇനിയിപ്പോൾ ഇതുകൊണ്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറവിടാനാണ്. വെളിച്ചെണ്ണയിൽ കടുക് അത് വറുത്തിടാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത പണി പപ്പടം കാച്ചലാണ്. പപ്പടം കാച്ചലും മുളക് വറുക്കലും മീൻ വറുക്കലും ഉണ്ട്. പപ്പടം പിന്നെ ഞങ്ങൾക്ക് പ്രധാനം തന്നെയാണ്, എന്നും വേണത്. വളരെ ചുരുക്കം ദിവസം പപ്പടം ഇല്ലാത്തുണ്ടാവുള്ളൂ. പപ്പടം ആദ്യമേ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ആ മുളക് പിന്നെ വീട്ടിൽ തന്നെ ഉണക്കിണ്ടാക്കിയ കൊണ്ടാട്ട മുളക് അതും ഉണ്ട് വറുത്ത് ഇടാം. കുറച്ചേ വറുക്കുന്നുള്ളൂ ഇന്ന്, ബാക്കി അവിടെ ഉണ്ട്. ഉണക്കി വെച്ചതൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഇനിയിപ്പോൾ നമുക്ക് സ്രാവ്, ഉണക്ക സ്രാവ് വറക്കൽ ഇതും കൂടിയുള്ളൂ. ഇനി ബാക്കിയെല്ലാം ആയല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും കറികളും എല്ലാം ആയി. നല്ല രസമാണ് ഉണക്ക സ്രാവ് വറുത്തു. എനിക്ക് കൂടുതലിഷ്ടം ഉണക്കമീനിൽ സ്രാവാണ്. അപ്പോൾ അതും ഇവിടെ റെഡിയായി. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. ഏതായാലും അമ്മയ്ക്ക് കറി കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇന്ന് പപ്പടം കാച്ചിയത്, മുളക് വറുത്തത്, പിന്നെ ഉണക്കസ്രാവ്. അമ്മയ്ക്ക് ഒരു കഷ്ണമേ അമ്മ കഴിക്കുള്ളൂ, ഒരു കഷ്ണം സ്രാവ് വറുത്തത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. ഇനിയിപ്പോൾ ഏതായാലും ഞാനും കഴിക്കട്ടെ. ഇതിപ്പോൾ എനിക്കുള്ളതാണ്. ഈ കറിക്ക് പറ്റിയ വിഭവങ്ങളാണ് ഒപ്പമുള്ളതൊക്കെ. ഒക്കെ വറുത്തതാണ്, എന്നാലും നല്ല ചേർച്ചയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.